ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഒരു വലിയ വഴിത്തിരിവ് ഇന്നുണ്ടായിരിക്കുകയാണ്. ഒരുപക്ഷെ ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള കനത്ത തിരിച്ചടികൾ കിട്ടുന്നതിന് തുടർച്ചയായി ഒരു വലിയ വെല്ലുവിളിയും തിരിച്ചടിയും ഇസ്രായേൽ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നു. തങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ല എന്നും ഐക്യരാഷ്ട്ര സംഘടനയെയും അമേരിക്കയെയും അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയാലും ഞങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടാകില്ലെന്നും കരുതിയ ഇസ്രായേലിന് ഇറാന്റെ പിന്തുണയുള്ള ശക്തമായ ഗ്രൂപ്പുകൾ കൊടുത്തിരിക്കുന്നത് ഭയാനകമായ തിരിച്ചടിയാണ്. ഒപ്പം ഇസ്രായേലിന്റെ അന്ത്യമെടുത്തു എന്ന മട്ടിലുള്ള ഒരു വലിയ വെല്ലുവിളിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇന്ന് കാണേണ്ടി വന്നിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ റഫേൽ നിന്നും ഇസ്രായേലിൽ നിന്നും ലബനനിൽ നിന്നുമൊക്കെ പുറത്തു വരുന്നത്. ഈ യുദ്ധത്തിൽ തങ്ങൾക്ക് മാത്രമായിരിക്കും വിജയമെന്നും തങ്ങൾ വിചാരിക്കുന്നത് മാത്രമാണ് നടക്കാൻ പോകുന്നതെന്നും കരുതിയ ഇസ്രായേലിന് ഇപ്പോൾ അപ്രതീക്ഷിതമായി കിട്ടുന്നത് മുഴുവൻ കനത്ത പ്രഹരങ്ങളാണ്. കഴിഞ്ഞ ദിവസം ലബനന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് നേരെ കടുത്ത ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ നഗരങ്ങൾക്കുള്ളിലേക്ക്, അതായത് ഇസ്രായേൽ നഗരത്തിനുള്ളിലേക്ക് ഏതാണ്ട് 15 കിലോമീറ്റർ വരെ കടന്നു കയറുന്ന വിധത്തിലുള്ള മിസൈലുകൾ അയച്ച് നഗരങ്ങളിൽ ആക്രമണം നടത്തി ഇസ്രായേലിന്റെ ടാങ്കുകളും വാഹനങ്ങളും ഒക്കെ തകർക്കുന്ന വീഡിയോകൾ ഹിസ്ബുള്ള പുറത്തുവിട്ടിരുന്നു. അത് പുറത്തു വന്നിട്ട് ഇപ്പോൾ 3 ദിവസമായി. അതിനുശേഷം ഇസ്രായേൽ അന്ന് സൈനികരുടെ മരണം സ്ഥിരീകരിക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിനുശേഷം ഇതിന് തിരിച്ചടിയും കൊടുത്തു. അങ്ങനെ ലെബനനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലെബനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ആ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയത് ലെബനനുള്ള ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലായിരുന്നു. അതായത് ഞങ്ങളുടെ മണ്ണിലേക്ക് നിങ്ങൾ ആക്രമണം തുടരുകയാണെങ്കിൽ, ഇപ്പോൾ അന്ന് ലെബനൻ നടത്തിയ ആക്രമണത്തിൽ അയൺ ഡോമുകളൊക്കെ നിർവീര്യമായി പോവുകയും അല്ലെങ്കിൽ അയൺ ഡോമുകളുടെ കണ്ണ് വെട്ടിച്ച് കുറഞ്ഞ വിധാനത്തിൽ പറക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് ആക്രമണം നടത്തിയത്. അപ്പോൾ ആ ആക്രമണം നടന്നതിന് പിന്നാലെ ഇസ്രായേൽ തങ്ങളുടെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, തങ്ങൾ ശക്തരാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യാക്രമണം ലെബനിലേക്ക് നടത്തി. ലെബനിലേക്ക് അത്തരം ഒരു ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇപ്പോൾ ഹിസ്ബുള്ള ശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ് ഇസ്രായേലിന് നേരെ. എന്ന് മാത്രമല്ല, ഇസ്രായേലിന് ചോര കൊണ്ട് മറുപടി പറയും എന്ന് കൃത്യമായി ഹിസ്ബുള്ള പറയുന്നു. അതോടൊപ്പം ഒരു സ്റ്റെപ്പ് അകലെയാണ്, ഞങ്ങൾ വിജയത്തിന് ഒരു സ്റ്റെപ്പ് അകലെയാണ് എന്ന് ഹിസ്ബുള്ളയുടെ നേതാക്കൾ ശക്തമായി തന്നെ മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ സമയത്ത്, യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെയാണ് ഹിസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിലേക്ക് ആക്രമണം കടുപ്പിക്കുന്നത്. അന്ന് തന്നെ ഹിസ്ബുള്ളയുടെ നേതാക്കൾ പറഞ്ഞത്, ഞങ്ങൾ ഒരിക്കലും ഇസ്രായേലുമായി ഒരു നേർക്കുനേർ പോരാട്ടത്തിന് വരുന്നില്ല, മറിച്ച് ഇസ്രായേലിന്റെ നോർത്തേൺ അതിർത്തിയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുന്നതിലൂടെ ഗസയിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സമ്മർദ്ദം ഇസ്രായേലിന് കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഇസ്രായേൽ സൈന്യത്തിന് ഗസയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാത്ത വിധത്തിൽ നിരന്തരമായി അവരുടെ ശ്രദ്ധ തിരിക്കാനും ഇസ്രായേൽ സൈന്യത്തെ നെട്ടോട്ടം ഓടിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഞങ്ങൾ നടത്തുന്നത്. ഒരിക്കലും ഇസ്രായേലിലേക്ക് കടന്നു കയറുന്ന വിധത്തിലേക്ക് ഞങ്ങൾ ഒരു ആക്രമണം നടത്താൻ സാധ്യതയില്ല എന്നാണ് അന്ന് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇസ്രായേലിന് ശക്തമായ വെല്ലുവിളി നേരിട്ട് തന്നെ കൊടുക്കാനായി ഹിസ്ബുള്ളയുടെ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ മേധാവിയായ ഹസൻ നസറുള്ള പറയുന്നത്, ഇസ്രായേലിന് രക്തം കൊണ്ട് ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്നാണ്, അല്ലെങ്കിൽ ഇസ്രായേലിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുമെന്ന ഒരു ഭീതി അല്ലെങ്കിൽ ഭീഷണി നൽകുന്ന വിധത്തിലാണ് ഹിസ്ബുള്ളയുടെ വാക്കുകൾ വന്നിരിക്കുന്നത്. ലെബനൻ പൗരന്മാരെ IDF കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഹിസ്ബുള്ളയുടെ മേധാവിയായ ഹസൻ നസറുള്ള ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഹസൻ നസറുള്ള പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇസ്രായേലിന്റെ തെക്ക് വരെ എത്താൻ കഴിയുന്ന മിസൈലുകൾ തങ്ങളുടെ പക്കലുണ്ട്, ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ നടത്താനുള്ള കഴിവ് അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ചെങ്കടൽ തീരത്തുള്ള എയിലാറ്റ് തുറമുഖം അടക്കമുള്ള പല പ്രദേശങ്ങളിലേക്കും ഞങ്ങളുടെ മിസൈലുകൾക്ക് എത്താൻ സാധിക്കുമെന്നാണ് ഹസൻ നസറുള്ള മുന്നറിയിപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലുമുള്ള ഒരു യുദ്ധത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്മാറില്ല എന്ന മുന്നറിയിപ്പും ഹിസ്ബുള്ള നടത്തുന്നു. ഒരു ഘട്ടത്തിൽ അകലെയാണ്, അതായത് ഒരു സ്റ്റെപ്പ് അകലെയാണ് ഞങ്ങൾക്ക് വിജയമെന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് കിരിയാത് ഷൊമോണ എന്ന് പറയുന്ന ഇസ്രായേലിലെ ഒരു നഗരത്തിലെ മേയർ, അദ്ദേഹം പറഞ്ഞത്, ഹിസ്ബുള്ള ഏത് നിമിഷവും ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്താം. ഈ ഹിസ്ബുള്ളയുടെ റദ്വാൻ ഗ്രൂപ്പ് കരുത്തരാണ്. ആ കരുത്തരായ റദ്വാൻ ഗ്രൂപ്പിന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം പതറുകയാണ്. ഇരിക്കുന്ന താറാവുകളെ പോലെയാണ് ഇസ്രായേൽ സൈന്യം റദ്വാൻ ഗ്രൂപ്പിനോട് പെരുമാറുന്നത്. അതായത് ഭയചകിതരായി ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഇസ്രായേൽ സൈന്യം നിൽക്കുന്നുണ്ട്. ഏത് നിമിഷവും റദ്വാൻ ഗ്രൂപ്പിന്റെ ഒരു ആക്രമണം, അതായത് ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗത്തിന്റെ ഒരു ആക്രമണം ഉണ്ടായേക്കാം. ആ സമയത്ത് നമ്മൾ പിന്തിരിഞ്ഞോടരുത് എന്നാണ് ഇസ്രായേലിലെ തന്നെ ഒരു മേയർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതുപോലെ തന്നെ ഇസ്രായേലിൽ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഹിസ്ബുള്ള
കയറി അടിക്കും ഇസ്രായേലിനുള്ളിലേക്ക് എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ പല സ്ഥലങ്ങളും ഹിസ്ബുള്ളയുടെ സ്കെച്ചിലുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഒരു കടന്നുകയറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് വലിയ പരാജയമാകുമെന്ന് ആ റിപ്പോർട്ടിൽ, ആ യൂണിവേഴ്സിറ്റിയുടെ പഠന റിപ്പോർട്ടിലും വ്യക്തമായിരുന്നു. അത് ലോകം വലിയ തോതിൽ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തൊരു വിഷയമാണ്. കാരണം ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു റിപ്പോർട്ട് വരുമ്പോൾ ആ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക ഇസ്രായേലിന് എന്നുള്ള ചർച്ചകളായിരുന്നു പ്രധാനമായി ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഹിസ്ബുള്ളയുടെ റോള് അത് വളരെ വ്യക്തമായി തന്നെ എടുത്തു പറയപ്പെട്ടിരുന്നു. അതായത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇതുവരെ തോൽവി സമ്മതിക്കാത്ത, തിരിഞ്ഞോടാത്ത, എങ്ങനെയാണോ യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ഇസ്രായേലിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നത്, ആയുധങ്ങൾ പ്രയോഗിക്കുന്നത്, അത് അതുപോലെ തന്നെ ഇപ്പോഴും തുടരുന്ന ഒരു ഗ്രൂപ്പാണ് ഹിസ്ബുള്ള. അവരെ സംബന്ധിച്ച് അവർ ആദ്യമേ തന്നെ പറയുന്നു, ചെങ്കടലിലെ ഹൂത്തികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ലെബനനിലെ ഹിസ്ബുള്ളയുടെ കാര്യവും. അവരാദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും, എത്ര വലിയ നാശനഷ്ടം ഉണ്ടായാലും, എന്തൊക്കെ തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായാലും ഞങ്ങളുടെ പ്രവൃത്തി തുടരും, ഇസ്രായേലിന് ശക്തമായ തിരിച്ചടികൾ കൊടുക്കും, ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറാത്തിടത്തോളം കാലം ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല, ഈ വെല്ലുവിളി അവസാനിപ്പിക്കില്ല എന്ന് കൃത്യമായി തന്നെ ഹിസ്ബുള്ള ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഹിസ്ബുള്ള ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുമ്പ് സൈനിക ഔട്ട്പോസ്റ്റുകൾ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നുവെങ്കിൽ ഹൈഫ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ തുറമുഖ നഗരത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള മിസൈലുകൾ അയച്ചത്. ഈ മിസൈലുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇറാൻ നൽകിയ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മിസൈലുകളായിരിക്കണം. ആ മിസൈലുകൾ കണ്ടെത്താൻ അയൺ ഡോമിന് കഴിഞ്ഞിരുന്നില്ല. അത് വളരെ പ്രധാനമായി എടുത്തു പറയേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഇസ്രായേലിനുള്ളിലേക്ക് ഏതാണ്ട് 15 കിലോമീറ്ററോളം അകത്തേക്ക് കയറിക്കൊണ്ടായിരുന്നു ഈ മിസൈൽ പ്രയോഗം ഉണ്ടായത്. ഇതിൽ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ പരിക്കേറ്റ ആളുകളെ എയർലിഫ്റ്റ് നടത്തി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം ഇവർ ഹിസ്ബുള്ള പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി. ഒടുവിൽ അത് അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടുണ്ട്, കാഷ്വാലിറ്റികൾ ഉണ്ടായിട്ടുണ്ട്, ഗുരുതരമാണ് അവസ്ഥ എന്ന് സ്ഥിരീകരിക്കേണ്ട സാഹചര്യം ഇസ്രായേലിനും വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള വെറും പറച്ചിൽ മാത്രമല്ല, അവർ കൃത്യമായി ചെയ്യുകയും ആ ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ഞങ്ങളുടെ കരുത്ത് ഇതാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരാണ് ഹിസ്ബുള്ള എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള 2 വാക്കുകൾ പറയുന്നു. ഒന്ന്, ഞങ്ങൾ ചോര കൊണ്ട് പകരം ചോദിക്കും, അല്ലെങ്കിൽ ചോരയുടെ കണക്ക് ഞങ്ങൾ പറയിക്കും എന്ന് പറയുന്നു. അത് ലെബനനിലെ പൗരന്മാരെ ഇസ്രായേൽ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള പറയുന്നത്, ഞങ്ങൾ പകരം ചോദിക്കും, ചോരയ്ക്ക് ഞങ്ങൾ കണക്ക് ചോദിച്ചിരിക്കുമെന്ന് അവർ പറയുന്നു. രണ്ടാമതായി പറയുന്നത്, ഒരു വിജയത്തിന് തൊട്ടരികിലാണ് ഞങ്ങൾ, ഒരു സ്റ്റെപ്പ് കൂടിയുള്ളൂ ഞങ്ങൾക്ക് വിജയിക്കാനെന്ന് ഹിസ്ബുള്ള പറയുന്നു. സ്വാഭാവികമായും അത് ഇസ്രായേലിന് ഒരു വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ ആക്രമണത്തിൻ്റെ കാഹളമാണോ എന്നാണ് ലോകത്ത് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്തോ വലുത് ഇസ്രായേലിനെതിരെ പദ്ധതി ഇടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു പിന്തുണ ഇസ്രായേലിനില്ല. പണ്ടായിരുന്നെങ്കിൽ ഒക്ടോബർ 7-ാം തീയതി ആക്രമണം നടത്തിയത് ഹമാസാണ്, അതുകൊണ്ട് പ്രതിരോധിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ട്, ഇസ്രായേൽ കയറി അടിക്കട്ടെ എന്നായിരുന്നു ലോകരാജ്യങ്ങളിൽ പലതും പറഞ്ഞിരുന്നത്. പക്ഷേ ഇസ്രായേൽ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുകയും ഹമാസിനൊന്നും സംഭവിക്കാതിരിക്കുകയും ബന്ദികളെ വീട്ടുകിട്ടാതിരിക്കുകയും മരണസംഖ്യ 25,000-ലേറെ കടന്ന് 29,000-ലേക്ക് എത്തുകയും അതിൽ തന്നെ 20,000-ഓളം കുട്ടികളും സ്ത്രീകളും ആയിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഇനി റഫയിലെ ലക്ഷക്കണക്കിന് 14 ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന റഫയിലേക്ക് ഒരൊറ്റ ആക്രമണത്തിന് ഇസ്രായേൽ പ്രഖ്യാപനം നടത്തുകയും പക്ഷേ സമ്മർദ്ദം കൊണ്ടും ഈ ചെറു ഗ്രൂപ്പുകളുടെ പ്രതിരോധം കൊണ്ടും നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ലോക പിന്തുണ ഇസ്രായേലിനില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം ശക്തമായി ഉണ്ടാവുകയാണെങ്കിൽ ഈ ഹിസ്ബുള്ള പോലുള്ള ഹിസ്ബുള്ളയും ഹമാസും അതുപോലെ തന്നെ ഇറാന്റെ മറ്റു ഗ്രൂപ്പുകളും ഒക്കെ ചേർന്ന് ഇസ്രായേലിന് വലിയ തകർച്ച ഉണ്ടാക്കുന്ന വിധത്തിലൊരു ആക്രമണം നടത്തിയാൽ സ്വാഭാവികമായും ലോകരാജ്യങ്ങൾക്ക് അതിൽ അഭിപ്രായം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഗസയിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ അത്രയും ക്രൂരമാണ്, നിഷ്ഠൂരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തിരിച്ചടി എന്ന നിലയിൽ ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ലോകം ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇത്തരത്തിൽ ഒരു അവകാശവാദം ഉന്നയിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? കാരണം ഒരു സ്റ്റെപ്പ് അകലെയാണ് ഞങ്ങൾ വിജയത്തിൻ്റെ എന്ന് പറയുമ്പോൾ ആ സ്റ്റെപ്പ് ഏതാണ്? എപ്പോഴാണത് നടക്കുക? ഇസ്രായേലിനുള്ളിലേക്ക് എന്തെങ്കിലും കാര്യമായ ആക്രമണങ്ങൾ പദ്ധതിയിട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള പല ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഒക്ടോബർ 7-ാം തീയതി ഹമാസ് നടത്തിയ ആക്രമണം ആരും പ്രതീക്ഷിക്കാത്തതായിരുന്നു. അയൺ ഡോമുകളെ നിർവീര്യമാക്കിക്കൊണ്ട് നിർജ്ജീവമാക്കിക്കൊണ്ട് നടത്തിയ ആക്രമണമായിരുന്നു. അതുപോലെ ഈ പറയുന്ന ഏറ്റവും വലിയ ചാരസംഘടനയായ മൊസാദിന് ഇത് സംബന്ധിച്ച് ഒരു വിവരവും കിട്ടിയിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് ഇവരെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഈ ഗ്രൂപ്പുകൾ എന്നവർ അവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചതാണ്. ഹിസ്ബുള്ള ഇപ്പോഴും അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഹൂത്തികളും ഹമാസും ഒക്കെ അത് തെളിയിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് അകലെയാണ് വിജയം. ആ സ്റ്റെപ്പ്
സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരെയുള്ള അതിരൂക്ഷമായ പ്രതികാര ആക്രമണമാണോ എന്നാണ് ലോകം ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ യുദ്ധം ഇനിയും അനന്തമായി നീളും, യുദ്ധത്തിൻ്റെ ഡെപ്ത് വർദ്ധിക്കും, യുദ്ധം മറ്റ് തലങ്ങളിലേക്ക് പോകും, പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യങ്ങൾ മാറുകയും ചെയ്യും.